നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് മൂർത്തിയോട് ലക്ഷ്മി പറഞ്ഞു, മൂർത്തി ആ ഭിത്തിയിലിരിക്കുന്ന മാധവമേനന്റെ ചിത്രം എടുക്കാൻ പറയാണ്. മൂർത്തി അങ്ങ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അദ്ദേഹത്തിലേക്ക് ഒന്ന് നോക്കി. എന്റെ ജീവിതം നശിപ്പിച്ചവളാ നിങ്ങള്. എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആട്ടിയിറക്കി വിട്ടവളാ. ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. ഇനിയാണ് ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത് എന്നൊക്കെ നോക്കി ആ ചിത്രത്തെ നോക്കി ഒന്ന് പുച്ഛിക്കുവാണ്. അതേ സമയത്ത് പുറത്താകെപ്പാടെ വിഷമിച്ച് എല്ലാരും കൂടെ നിൽക്കുവാണ്. അപ്പോഴേക്കും അച്ഛനോടായിട്ട് ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, എന്തായിരുന്നു? ഓ, പൊന്നുമടത്തിലെ ഇളമുറത്തമ്പരാട്ടിയാന്നായിരുന്നല്ലോ വിചാരം. എന്നിട്ട് എന്തായി? വിൽപത്രം ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ആ ലക്ഷ്മി അമ്മ കോർട്ട് ഓർഡറുമായിട്ട് വന്നു കഴിഞ്ഞപ്പോ നിന്റെയൊക്കെ വായിക്കാത്ത നാവില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അച്ഛനൊന്നും മിണ്ടിയില്ല. എന്താണ് നീ മിണ്ടായിരിക്കണെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ഋതു പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ ഇനിയും പറയൂന്ന് പറയാ. എന്ത് പറയും? എങ്ങനെ പറയും? അതെ, നിനക്കൊന്നും കയറി കിടക്കാൻ ഒരു ഇട കൊണ്ടോടി. നീയൊക്കെ ഇനിയൊക്കെ സംസാരിക്കും. എന്നെക്കുറിച്ചൊക്കെ നിനക്കൊക്കെ ഒരു പുച്ഛമായിരുന്നല്ലോ. കണ്ണെടുത്ത കാണത്തില്ലായിരുന്നു. ഇനിയിപ്പം നീയൊക്കെ പുച്ഛിക്കുന്ന എവിടെ നിന്നാ എന്നൊക്കെയൊന്ന് അറിയണോന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, എന്താ ഇന്ദ്ര, ഒരു കഷ്ടത ഉണ്ടാക്കിയപ്പോ എല്ലാരും ഒരേപോലെ അല്ലേ നിൽക്കണ്ടേ? കഷ്ടതയോ? ആർക്ക്? എനിക്ക് കഷ്ടതയൊന്നും വന്നിട്ടില്ല. വന്നിട്ടുള്ള നിനക്കൊക്കെയാ. നീ എനിക്ക് എന്ത് ചെയ്യും? എവിടേക്ക് ഇറങ്ങിപ്പോ? എടാ പ്രതാപ, ഇനിയിപ്പം പ്രതാവിന്റെ കാര്യമാണ് ഇവരുടെ ഡ്യൂട്ടി ഏറ്റെടുക്കാന്നുള്ള. ഇതേ ചേച്ചി മക്കളും എല്ലാം നിൽക്കുന്നുണ്ട്. പ്രതാപൻ ഇവരെ കൊണ്ട് നോക്കേണ്ട വരും. പ്രതാപൻ പറഞ്ഞു, അയ്യോ, ഞാനൊന്നിനും ഇല്ലേ, എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കാര്യം പോലും നോക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. പിന്നെയാണ് നീ ഇവരുടെ കാര്യം കൂടെ നോക്കുന്നത്. അപ്പോഴേക്കും പൂർണ്ണിമയ്ക്ക് നല്ല ദേഷ്യവും സങ്കടമായി. പൂർണ്ണിമ പെട്ടെന്ന് ഇന്ദ്രനെ നോക്കുകയാണ്. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, കണ്ടില്ലേ, എല്ലാരും കൈമലർത്തി. ഇതൊക്കെയാ നിങ്ങളുടെ അവസ്ഥ. നിങ്ങളെ നോക്കാനും പരിചരിക്കാനും ഇനി ആരുമില്ലെന്ന് പറഞ്ഞു. പൂർണ്ണിമ പറഞ്ഞു, അതെ, ആരുമില്ലെന്ന് പറയില്ല ഇന്ദ്ര. വരും, അവൻ വരും. എന്റെ മകന് സേതു വരും. അവൻ ഞങ്ങളെ നോക്കിക്കോളും. ആ ഒരു കാര്യത്തിൽ എനിക്ക് സംശയമില്ലാന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, പിന്നെ വരും എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് സേതുവിന്റെ കാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കാറിനകത്തുനിന്ന് സേതുവും പല്ലവിയും കൂടെ ഇറങ്ങി. സേതുവും പല്ലവിയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി എല്ലാവരും കൂടെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയം പൂർണ്ണിമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ അമ്മേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കുമാണ് ലക്ഷ്മി അകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. ലക്ഷ്മിയുണ്ട്, മൂർത്തിയുണ്ട്. ലക്ഷ്മിയുടെ കയ്യില് മാധവന്റെ വലിയ ആ ചിത്രം ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് നിലത്തേക്ക് ഒരു ഒറ്റ ഏറായിരുന്നു. താഴേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ദേ കിടക്കുന്നു എന്ന് പറയാണ്. ആ സമയം സേതു എന്താ അമ്മയെ കാണിക്കണമെന്ന് ചോദിക്കുക. കുടി ഒഴിപ്പിക്കല്, മനസ്സിലായില്ലേ? ദേ, ഇനി നിങ്ങൾ ഒറ്റ ഓണത്തിന് ഇവിടെ കണ്ടുപോയേക്കല്ലേ, എല്ലാം ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി ലക്ഷ്മി. ആ കൂടെ മൂർത്തിയും കൂടെ പോയി. സേതുവിന് ഭയങ്കര സങ്കടമായി. സേതുവിന് നെഞ്ചിലേക്ക് വീണ് പൂർണ്ണിമ കിടന്ന് കരയുവാണ്. അപ്പോഴേക്കും ഇന്ദ്രൻ പ്രതാപനോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാന്ന് പറയണ. എങ്ങോട്ട് പോകുന്നു? അതെ, ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. എന്താണെങ്കിലും ഒരു വീട് അന്വേഷിക്കണമല്ലോ താമസിക്കാനായിട്ട്. അതുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി. അതേ സമയത്ത് പാർവന് കൊണ്ടുവന്ന് വെള്ളമൊക്കെ കൊടുക്കുവാണ് രാജലക്ഷ്മി. അടുത്ത് തന്നെയുണ്ട് വിശ്വ. പിന്നീട് പാർവന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചതെന്നൊക്കെ. പാർവന് അത്ര പെട്ടെന്ന് കൊണ്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പാറു പറഞ്ഞു, അതെ, ഇപ്പോഴെനിക്കൊരു കാര്യം ഓർമ്മ വരുന്നതെന്ന് പറയാണ്. എന്താ മോളെ? എന്താന്ന് രാജലക്ഷ്മി വെച്ചു. അതെ, അമ്മ എന്നോട് പറഞ്ഞില്ലായിരുന്നോ ഇന്ദ്രന് ചായ കൊണ്ടേ കൊടുക്കണമെന്ന്? ആ, ഞാൻ ചായയും കൊണ്ട് പോയായിരുന്നു പറയണ. അല്ല മോളെ, നീ ചായയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ചായ അവന് കൊടുത്തു കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ നീ വീഴുന്ന സമയത്ത് അവനിവിടെ കാണുമല്ലോ. അതില്ലല്ലോ, അവനിവിടെ ഇല്ലല്ലോ എന്ന് പറയണ. അല്ലമ്മേ, ഞാൻ ചായ കൊണ്ടേ കൊടുത്തെന്ന് പറയണ. കൊടുത്തോ? അല്ല, അങ്ങനെയാണെങ്കിൽ അതിനുശേഷം നീ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സമയത്താണെങ്കിൽ അവൻ കാണണ്ടല്ലേ? അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ നീ താഴെ വീണ് കിടക്കണ്ട ഇന്ദ്രേട്ടൻ കാണണ്ടതാ. ഇന്ദ്രേട്ടൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടല്ലേ? അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് രാജേഷ് പറഞ്ഞു, ചിലപ്പോൾ നീ ചായയും കൊണ്ട് പോയാൽ കാണത്തില്ല. ഇനി ചായയും കൊണ്ട് സ്റ്റെപ്പ് കയറുന്ന സമയത്താണെങ്കിൽ ചായയും ഗ്ലാസും താഴെ വീണ് കിടക്കണ്ടല്ലേ? ഇത് അതും ഇല്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും പാറു പറഞ്ഞു, ഞാൻ എന്തിലോ വഴുതി വീണു, അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാണ്. വിശ്വം പറഞ്ഞു, നിന്റെ തോന്നലായിരിക്കും, നിനക്ക് തല ഇറങ്ങിയതുകൊണ്ട് നിനക്ക് തോന്നുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞിട്ട് വിശ്വം അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. പക്ഷേ എങ്കിൽ രാജലക്ഷ്മിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. രാജലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചു, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇന്ദ്രന് പങ്കുണ്ടായിരിക്കുമോ? എന്താണെങ്കിലും കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. അവൻ ഇതിനകത്ത് പങ്കുണ്ടോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട്. ഒരു പക്ഷേങ്കില് പാറ വീഴാൻ കാരണം അവനാണോ എന്നറിയത്തില്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തകളൊക്കെ രാജലക്ഷ്മിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതേ സമയത്ത് വല്ലാത്ത ടെൻഷൻ എല്ലാവരും പുന്നമടത്തിലും മുറ്റത്ത് നിൽക്കുകയാണ്. അച്ചു പറഞ്ഞു, എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാനാണെന്ന് പറയണം. പല്ലവി പറഞ്ഞു, എന്താ അച്ചു ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഇന്ദ്രനും പ്രതാപനും അങ്ങോട്ട് വന്നു. ഇന്ദ്രൻ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു,
അതെ, ഹെ, ഈ പറയുന്ന ആ, സേതുവാണ് ഇതിനകത്തെല്ലാം കാരണക്കാരെന്ന് പറയണം. സേതു വെച്ചു ഞാനോ അനാവശ്യം പറയരുത്. എടാ നിന്റെ അമ്മയല്ലേ വന്നിരിക്കുന്നേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവരെ എല്ലാരും കൂടെ പടിയടിച്ച് പിണ്ടം വെക്കുന്ന പോലെ ഇറക്കി വിട്ടില്ലേ. അതുകൊണ്ട് നേട്ടമായത് ആർക്കാ ഉണ്ടായത്? നിനക്കല്ലേന്ന് ചോദിച്ചു. ദേ ഇന്ദിര, നാവിന് ലൈസൻസ് ഇല്ലാന്ന് കരുതി എന്തും വിളിച്ചു പറയാനാവരുത്. ഞാൻ പറഞ്ഞാൽ എന്താടാ തെറ്റിരിക്കുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ അമ്മയല്ലേ ലക്ഷ്മി, അവരുടെ ഒരേ ഒരു മോനല്ലേ നീയ. അപ്പൊ പിന്നെ എന്താ, ഇവരെയൊക്കെ ഇറക്കി വിടാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തായിരിക്കും. പല്ലേ പറഞ്ഞു അനാവശ്യം പറഞ്ഞുകൊണ്ട് വന്നാണ്ടല്ലോ. അപ്പോഴേക്കും അച്ചു പറഞ്ഞു ഞങ്ങളുടെ സേതുവേണ്ണൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയാ. പിന്നെ ഒരു സേതുവേണ്ണനാണ് പോലും. അതെ, ഇപ്പൊ നിങ്ങളുടെ അമ്മയ്ക്ക്, അതായത് പൂർണ്ണയമ്മയ്ക്ക് ഒരു പട്ടം ചാർത്തി കൊടുത്തിട്ടുണ്ടല്ലോ, വെപ്പാട്ടി എന്നുള്ള. അത് കേട്ട് ഇനിയിപ്പോ സേതു പറഞ്ഞു എന്താണ് നീ പറഞ്ഞത്? എടാ ഞാനല്ല പറഞ്ഞത്, നിന്റെ അമ്മ തന്നെയാ പറഞ്ഞത്. ആ സ്റ്റിക്കർ, വെപ്പാട്ടി എന്നുള്ള സ്റ്റിക്കർ പൂർണ്ണയമ്മയുടെ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുത്ത് ആരാന്നറിയാവോ? അത് വേറെ ആരുമല്ല, നിന്റെ അമ്മ തന്നെയാന്ന് പറയാണ്. എന്നിട്ടാണ് ഇവിടുന്ന് ഇറക്കി വിടാൻ നോക്കിയിരിക്കുന്നേ. എടാ, നീ ആണാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, നീ ചെന്ന് ചോദിക്ക. അപ്പോഴേക്കും അച്ചു പറഞ്ഞു അല്ല അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മ പോയി ചോദിക്കാൻ പറയണം. അത് കേട്ടപ്പോ പൂർണ്ണ പറഞ്ഞു ലക്ഷ്മിക്ക് എന്നോടാ ദേഷ്യം, ലക്ഷ്മിയുടെ ജീവിതം ഞാൻ തട്ടിയെടുത്ത് എന്നൊരു ചിന്തയാണ് ലക്ഷ്മിയുടെ മനസ്സിൽ. ആ ദേഷ്യം ഇനി ഈ ജന്മത്തിൽ തീരുമെന്ന് എനിക്ക് തോന്നില്ല. ഇന്ദ്രൻ പറഞ്ഞു അമ്മ ഇന്ദ്രമായി സംസാരിക്കണം, ഇവൻ തന്നെ ചെല്ലട്ടെ, കടിച്ച പാമ്പ് തന്നെ വിഷം ഇറക്കട്ടെ എന്ന് പറയണം. ഒടുവിൽ സേതു പറഞ്ഞു ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞു. പല്ലേ പറഞ്ഞു സേതുവായിട്ട് തനിച്ച് പോകണ്ട, ഞാനും കൂടെ വരാം, അമ്മയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പം എനിക്കാന്ന് പറയണം. അങ്ങനെ പല്ലവി സേതും കൂടെ അകത്തേക്ക് കയറിപ്പോയി. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പത്തേനും അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ലക്ഷ്മി അമ്മ മൂർത്തിയോട് പറഞ്ഞു മൂർത്തി എനിക്ക് കുറച്ച് ക്ഷീണമുണ്ട്, എനിക്കൊന്ന് പോയി കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു സേതു. എന്നിട്ട് പറഞ്ഞു അമ്മ എങ്ങോട്ടാ പോകുന്നത്, എനിക്ക് പറയാനുള്ള കാര്യം കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. കയ്യേന്ന് വിടാന്ന് പറയാ. സേതു വിട്ടില്ല, അടിക്കാനായിട്ട് ഓങ്ങി ലക്ഷ്മി. ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു അങ്ങനെ എന്നെ അടിച്ചൊതുക്കാൻ നമ്മ നോക്കണ്ടെന്ന് പറയണം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മൊത്തം കേട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. മൂർത്തി പറഞ്ഞു എന്താ സേതു ഇത്, സ്ത്രീകളോടാണോ ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സേതു പിന്നെ കൈയെടുത്തു. പിന്നീട് സേതു പറഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യം കേട്ടിട്ട് മാത്രമേ അമ്മയ്ക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലാതെ അമ്മയ്ക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് പറയണം. ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല നിൽക്കുവാണ് ലക്ഷ്മി. ഇതേ സമയത്ത് പുന്നുമടത്തിന്റെ മുറ്റത്ത് പൂർണ്ണിമയൊക്കെ ആകെപ്പാടെ പരവേശപ്പെട്ട് നിൽക്കുക. അകത്ത് എന്തൊക്കെയാ നടക്കണമെന്നൊന്നും അറിയത്തില്ലല്ലോ. ആ സമയത്ത് ഋതുവിന് ആകെപ്പാടെ പരവേശമൊക്കെ ആയി. അപ്പോഴേക്കും അച്ചു കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഇത് കുടിക്കാൻ പറഞ്ഞ് കൊടുക്കണം, ഒരു ബോട്ടിൽ വെള്ളം. അങ്ങനെ ഋതു വെള്ളമൊക്കെ കുടിച്ചു. ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ കാവിലിരുന്നിട്ട് കാര്യമില്ല, ഒരു കാര്യം ചെയ്യാം, പച്ചക്കറി അരിയോ മറ്റോ ഉണ്ടെങ്കിൽ എടുത്തോ, നമുക്ക് ഇവിടെ അടുപ്പൊക്കെ കൂടി കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച ഇവിടെ എവിടെയെങ്കിലും കിടക്കാന്ന് പറയണം. അത് കേട്ടതും അച്ഛന് നല്ല ദേഷ്യമായി. അച്ഛൻ രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ് ഇന്ദ്രനെ. ആ സമയത്ത് അവൻ്റെ കാറ് വന്ന് നിന്നെ ആരാണ്ട് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പോ പ്രതാപം പറഞ്ഞു ആരാണ്ടല്ല, ദേ കുറുപ്പായിട്ടാ വരുന്നേന്ന് പറയണം. അങ്ങനെ കുറുപ്പന്മാരൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എന്താ എന്താ പൂർണ്ണിമ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു. ഇന്ദ്രൻ പറഞ്ഞു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ, കോർട്ടോടുമായിട്ട് ആദ്യ ഭാര്യ എത്തിയിരിക്കുന്നു ലക്ഷ്മി, അവരകത്ത് കയറി അധികാരം സ്ഥാപിച്ചു, ഇവര് പുറത്തായെന്ന് പറയാണ്. അത് കേട്ടപ്പം കുറുപ്പ് ചോദിച്ചു അതെങ്ങനെ സാധിക്കും, ഒരു കോർട്ടോടുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യമാണ്, ഇത്രയും കാലം ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്ന പൂർണ്ണിമയല്ലേ, ഒരു ദിവസം പെട്ടെന്ന് പൂർണ്ണിമയെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിച്ചു. ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമാണോ അല്ലയോ എന്നൊക്കെ അങ്ങോട്ട് എന്ന് ചോദിച്ചു നോക്ക്, അകത്ത് ആളുണ്ടല്ലോ, അല്ലാതെ ഇവിടെ കിടന്ന് ഞങ്ങളോട് കുറച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. അവര് വ്യക്തമായ തെളിവുകളോട് കൂടിയിട്ടാ വന്നിരിക്കുന്നത്, അല്ലാതെ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ട് പൂർണ്ണിമയൊക്കെ ഇരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.